നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. PM മാധവന്റെ നിര്യാണത്തിലൂടെ കോൺഗ്രസ് പാർട്ടിക്കും പൊതുസമൂഹത്തിനും സംശുദ്ധനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വാണിയമ്പാറ UP സ്കൂളിൽ നന്മധുരം പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും അക്ഷരത്തൊട്ടിലും MLA അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും K രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ടൻചിറ മഞ്ഞക്കുന്ന് റോഡിൽ KSEB കരാർ ജീവനക്കാരൻ ഇലക്ട്രിക് പോസ്റ്റിൽ കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. വിശദമായ വാർത്തകളിലേക്ക്. PM മാധവൻ അനുസ്മരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. PM മാധവന്റെ നിര്യാണത്തിലൂടെ കോൺഗ്രസ് പാർട്ടിക്കും പൊതുസമൂഹത്തിനും സംശുദ്ധനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. PM മാധവനും താനും ഒരുമിച്ച് നിയമസഭയിലുണ്ടായിരുന്ന കാലഘട്ടം അവിസ്മരണീയമായിരുന്നു. MLA-മാർ എല്ലാവരും ഒന്നുകിൽ നിയമസഭയുടെ ബസ്സിലോ അവരവരുടെ കാറുകളിലോ മാത്രമാണ് സാധാരണയായി സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പോകാറുള്ളത്. എന്നാൽ മാധവൻ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരാറുള്ളത് ഞങ്ങളുടെ നിയമസഭാ കാലത്തെ പതിവ് കാഴ്ചയായിരുന്നു. എത്ര വലിയ പദവിയിലും ലളിതമാർന്ന ശൈലിയിലൂടെ അദ്ദേഹം സ്വീകാര്യനും പ്രിയങ്കരനുമായി മാറി. താഴെത്തട്ടു മുതൽ സാധാരണ പ്രവർത്തകനായി തുടങ്ങി DCC പ്രസിഡന്റും MLA-യും വരെയായ മാധവൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പകർന്ന കരുത്ത് വളരെ വലുതാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയം എന്നാൽ പൊതുസേവനമാണെന്ന് കരുതിയിരുന്ന വ്യക്തിയാണ് PM മാധവനെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. സംഘടനാ രംഗത്താണെങ്കിലും പാർലമെന്ററി രംഗത്താണെങ്കിലും അപ്രിയമായത് തുറന്നു പറയുവാൻ മാധവന് മടിയുണ്ടായിരുന്നില്ല. സ്വന്തം ബോധ്യങ്ങളായിരുന്നു മാധവന്റെ രാഷ്ട്രീയ അടിത്തറ. അതിൽ നിന്നുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപഠിച്ച് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പൊതുപ്രവർത്തനത്തിനു വേണ്ടി സ്വന്തം വരുമാനമാർഗമായ ആധാരമെഴുത്തുപോലും അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇടയ്ക്ക് പാർട്ടിയോട് പിണങ്ങിപ്പോയി എങ്കിലും തിരിച്ചുവന്ന മാധവനെ കോൺഗ്രസ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. മണലൂരിൽ തനിക്കു പകരം മത്സരിക്കുവാൻ PM മാധവന്റെ പേര് നിർദ്ദേശിച്ചതും താനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ പല നീക്കങ്ങളും നടത്തുന്നതിൽ PM മാധവന് പ്രത്യേക കഴിവുണ്ടായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച പൊതുപ്രവർത്തകനാണ് മാധവനെന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് പറഞ്ഞു. രാഷ്ട്രീയത്തിലെ അനുകരണീയ മാതൃകയാണ് PM മാധവൻ എന്ന നേതാവിന്റെ വേർപാടോടെ ചരിത്രമാകുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS സമ്പൂർണ്ണ അനുസ്മരിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി OJ ജനീഷ്, വിവിധ കക്ഷി നേതാക്കളായ KV അബ്ദുൾ ഖാദർ, TK സുധീഷ്, CH റഷീദ്, MS സമ്പൂർണ്ണ, CR വത്സൻ, K ഗിരീഷ് കുമാർ, G രാജേഷ്, KR ഗിരിജൻ, CV കുര്യാക്കോസ്, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി, രാജൻ പല്ലൻ, MLA TV ചന്ദ്രമോഹൻ, മേയർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, MK കണ്ണൻ, ജോസഫ് ചാലിശ്ശേരി, തോബിയാസ്, ജോബി, റോയ് പെരിഞ്ചേരി, ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, IP പോൾ, V സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. DCC ജനറൽ സെക്രട്ടറി KK ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത് സമൂഹത്തിലെ നേതാക്കളാണ്. പരസ്പരം അഭിപ്രായ ഭിന്നതകൾ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഉള്ളപ്പോൾ തന്നെ വ്യക്തിബന്ധം പുലർത്തുന്നതിൽ മറ്റേത് മേഖലയെക്കാളും രാഷ്ട്രീയ രംഗത്തിന് പ്രത്യേകതയുണ്ട്. മാധവേട്ടൻ ജീവിതാവസാനം വരെ ആ ക്വാളിറ്റി നിലനിർത്തിയ ഒരാളാണ്. 2011 മുതൽ 2016 വരെ നിയമസഭയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. മണലൂരിൻ്റെ വികസന പ്രശ്നങ്ങൾ നിയമസഭയിൽ ശക്തമായി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു.
ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വവും എല്ലാവരും കൂടി ഒരേ മനസ്സോടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. നല്ല അടുത്ത ബന്ധം മാധവനുണ്ടായിരുന്നു. അവർക്കൊക്കെ മാധവനെ വളരെ ഇഷ്ടമായിരുന്നു, നല്ല മതിപ്പായിരുന്നു. പിന്നീടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. DCC നേതൃത്വത്തിലേക്ക് വന്നു. DCCയുടെ പ്രധാന സംഘാടകനായി മുഴുവൻ സമയം ജില്ല കേന്ദ്രീകരിച്ചു, DCC ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം രാവും പകലും അവിടെ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പുകൾ വന്നാൽ, പാർട്ടി ആവശ്യങ്ങൾ വന്നാൽ അതിലൊക്കെ ആത്മാർത്ഥമായി മുന്നോട്ട് അദ്ദേഹത്തെ ചെറുപ്പകാലം മുതലേ അറിയുന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് തന്നെ ബഹുമാനായ ശ്രീ സുധീരനാഥിലൂടെ സംസാരിച്ചു. ഞാൻ ശ്രീ മാധവേട്ടനുമായി അടുപ്പമുണ്ടാകുന്നതും കൂടുതലായി ഇടപെട്ട് പെരുമാറാനൊക്കെ സാധിക്കുന്നൊരു സാഹചര്യം 2011 KSUവിൻ്റെ സംഘടനാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം മുതലാണ്. വളരെ നിർണായകമായൊരു സമയത്ത് അന്ന് KSU സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരവസാന നിമിഷത്തിലെ തീരുമാനം എടുക്കുന്നതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അതിനുശേഷം പിന്നീട് കൂടുതലായി അടുക്കുന്നത് അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ലോ കോളേജിലെ KSU പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ ഒരു സംഘർഷം, പോലീസുമായുണ്ടായ സംഘർഷമാണ്. പക്ഷേ ആ സംഘർഷത്തിനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ ചില കോണുകളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഞങ്ങളുടെ നിരപരാധിത്വം പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ആദ്യഘട്ടത്തിൽ ഉൾക്കൊണ്ടില്ല. ഞാൻ എൻ്റെ അപ്പോഴത്തെ ആ പ്രായത്തിൻ്റെതായ ശകാരിക്കുന്ന സമയത്ത് ഞാനും തിരിച്ച് പ്രതികരിച്ചു. പക്ഷെ പിന്നീട് യഥാർത്ഥ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശദമായി അന്വേഷിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് വേദിയിൽ നിൽക്കുന്നതിനിടയിൽ താഴെ നിൽക്കുന്ന എന്നെ കണ്ട് വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് എന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേതാവ് എന്നോട് സൂര്യ പറഞ്ഞു ഞാനത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, ഇത് ഞാൻ തിരുത്തി അതിന് അന്നത്തെ സാഹചര്യത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. CPA മാധവൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം കേരളത്തെ എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നവരും സ്നേഹിച്ചവരുമാണ് നിങ്ങളെല്ലാവരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായി ഏവർക്കും സുപരിചിതനായിരുന്നു CPA മാധവൻ. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളെല്ലാം പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായി പറഞ്ഞ വാക്കുകളാണ്, സത്യസന്ധമായ പ്രതികരണങ്ങൾ തന്നെയാണ്. ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും കൃത്യനിഷ്ഠയുടെയും എല്ലാം ഉദാഹരണമായിരുന്നു, മാതൃകയായിരുന്നു CPA മാധവൻ. മുതൽ KSU യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനും നേതാവും എന്ന നിലയിൽ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഓർമ്മിച്ചത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിന് MLA ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെടുമ്പോൾ രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് ഒന്നുകിൽ നിയമസഭയുടെ ബസ് വരും, അല്ലെങ്കിൽ MLA-മാർക്ക് കാറുള്ളവർ മറ്റുള്ളവരെയും കൂടെ കൂട്ടി കാറിൽ പോകും. രാവിലത്തെ ഡ്രസ്സൊന്നും ഉടയാതെ ബസ്സിലോ കാറിലോ കയറി MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ ഹാളിലേക്ക് എത്തുകയാണ് ഞങ്ങളുടെയൊക്കെ പരിപാടിയെങ്കിൽ, പതിവെങ്കിൽ CPA മാധവൻ അങ്ങോട്ടും ഇങ്ങോട്ടും MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭയിലേക്കും അസംബ്ലി സമ്മേളനം കഴിഞ്ഞാലും തിരികെ കൊണ്ടുവരാൻ കാറുകളും ബസ്സും ഉണ്ട്. പക്ഷെ അദ്ദേഹം അവിടെയും ഒരു വാഹനവും കാത്തു നിൽക്കാതെ അദ്ദേഹം നടന്നു തന്നെ MLA ഹോസ്റ്റലിലേക്ക് ഒറ്റയ്ക്ക് നടന്നു തന്നെ പോകും. വളരെ സങ്കടകരമായ എല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് എറണാകുളത്ത് ഒറ്റയ്ക്ക് സമീപ പറഞ്ഞു കാര്യമായ ഒരു പുരോഗതിയല്ല. ചില ദിവസങ്ങളായി വെന്റിലേറ്ററുകളാണ്. അധികം ദിവസം നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. മാധവൻ
വല്ലാത്തൊരു വിഷമമായി വേദനയായി മാധവിയായിരുന്നു. ഞാൻ ആലോചിക്കുകയാണ് മാധവനെ ഞാനൊക്കെ ആദ്യമായി കണ്ടത്. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പാണ്, അന്നെല്ലാം തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി കൂടി ആഗ്രഹിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി വിശ്വനാഥനുണ്ട്. ഞങ്ങൾ കുറച്ചുപേരും ആഗ്രഹിച്ചു നമുക്ക് മറ്റ് ഭാരവാഹികൾ ആരൊക്കെ വേണം. അതിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അക്കാലത്തെ കുന്നംകുളം ആധാരം എടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ആധാരം എഴുതുക എൻ്റെ ജീവിതം മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടി മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനെ ഇങ്ങനെ ശക്തിപ്പെടുത്താം. യൂത്ത് കോൺഗ്രസിനും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങൾ PCC പ്രസിഡൻ്റായിരുന്ന MV അബൂബക്കർ സാഹിബ്, മുതിർന്ന നേതാക്കൾ കേരള ഫ്രാൻസിസ്, അവരൊക്കെ നല്ല മാധവനുമുണ്ട്. ഇവിടെ സെക്രട്ടറിയായി മാധവനെ നിയോഗിച്ചു. അന്ന് പ്രസിഡന്റിനാണ് തെരഞ്ഞെടുപ്പ്. വാണിയമ്പാറ UP സ്കൂളിൽ അക്ഷരത്തൊട്ടിലിലൂടെ നന്മധുരത്തിന് തുടക്കം. EKM UPS നല്ലപാടം വൈറ്റ് കേഡറ്റ്സ് ക്ലബ് 2026-27 പദ്ധതി നന്മധുരം പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും സ്കൂളിൽ സ്ഥാപിച്ച അക്ഷരത്തൊട്ടിലിന്റെ ഉദ്ഘാടനവും MLA അഡ്വക്കേറ്റ് K. രാജൻ നിർവഹിച്ചു. അറിവും അക്ഷരവും വിദ്യാഭ്യാസവും ഒരാൾക്കും കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ല. ഇത് തലമുറ കൈമാറി നമുക്ക് സമ്മാനിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമാണ്. അതാണ് ഇന്ന് ഈ വിദ്യാർത്ഥികൾ അവരുടെ വരും തലമുറകൾക്കായി അക്ഷരത്തൊട്ടിലിൽ പുസ്തകങ്ങൾ സമർപ്പിച്ചതിലൂടെ ഈ വിദ്യാർത്ഥികൾ ജീവിതത്തിൽ ഒരു നല്ല പാഠം പഠിക്കുകയാണ് എന്നും K. രാജൻ പറഞ്ഞു. MLA രാജൻ അക്ഷരത്തൊട്ടിലിലേക്ക് ആദ്യ പുസ്തകം സമർപ്പിച്ചു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചനും പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറയും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KA അബൂബക്കർ, കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും അക്ഷരത്തൊട്ടിലിലേക്ക് പുസ്തകങ്ങൾ സമർപ്പിച്ചു. നന്മദിനം 27 പദ്ധതി നല്ലപാഠം കോർഡിനേറ്റർ P. റഫീഖ് പദ്ധതി വിശദീകരണം നടത്തി. ഹെഡ് മിസ്റ്റേഴ്സ് P. അനിത, PTA പ്രസിഡന്റ് ഷാബു നീലിപ്പാറ, വൈസ് പ്രസിഡന്റ് നൌഷാദ് VA, മാതൃസംഘം പ്രസിഡന്റ് സ്വപ്ന U, സംവിധായകൻ സിൻഡു സണ്ണി, നല്ലപാഠം കോർഡിനേറ്റർ KG സുമിത, അധ്യാപകർ ആൽഫ്രഡ് സോളമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രമേശിൻ്റെ വീട്ടിൽ നിന്നാണ് ഔപചാരികമായി നമ്മൾ ഈ പുസ്തക കൈമാറ്റ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. JP ഉൾപ്പെടെയുള്ള വായനശാല പ്രവർത്തകർ ഇവിടെയുണ്ട്. പുസ്തകങ്ങൾ കുട്ടികൾ കൈമാറി കോവിഡ് കാലത്ത് ഇവിടേക്ക് വരാൻ പറ്റാതിരിക്കുന്ന ഘട്ടത്തിലും വീടാന്തരം കോവിഡ് കാലത്ത് പുസ്തകങ്ങൾ കൈമാറി ആ പുസ്തകങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കി പുസ്തക വായനയിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം എന്ന വലിയ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ഈ വാണിയമ്പാറയിലെ EKM UP സ്കൂളിൽ നിന്നാണ്. അത്ര വലിയൊരു ചരിത്രം ഈ സ്കൂളിലുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും കവിയും തന്നെ അന്ന് ഇവിടെ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, വളരെ ചെറിയ ഒരു കലാലയമായിരുന്നിട്ട് കൂടി തങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ കേവലം പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അക്ഷരങ്ങൾ മാത്രമല്ല വിശാലമായിട്ടുള്ള പ്രകൃതിയുടെ പാഠപുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കണം എന്ന ഒരു ധാരണ നമ്മുടെ സ്കൂൾ നേതൃത്വത്തോടെ നിശ്ചയിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ലോകം ഒരു വല്ലാത്ത ലോകമാണ്. നമ്മുടെ ലോകത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും കൃത്യതയോടെ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ലോകം ഒരു വല്ലാത്ത ലോകമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജൂൺ മാസം ഇറങ്ങിയിട്ടുള്ള മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിൽ പ്രിയ ഗോപികൃഷ്ണൻ്റെ ഒരു കവിതയുണ്ടായിരുന്നു. വന്ദേമാതരം എന്നാണ് കവിതയുടെ പേര്. അദ്ദേഹം വളരെ പ്രസക്തമായ ഒഡീഷയിലെ ഒരു അനുഭവം ലോകത്തിനോട് വിവരിക്കുകയായിരുന്നു. കാൽറാമുണ്ട എന്നു പേരുള്ള തൻ്റെ സഹോദരി മരണപ്പെടുന്ന നേരത്ത് ഒഡീഷയിലെ ഗ്രാമീണ ബാങ്കിൽ ഉണ്ടായിരുന്ന 20,000 രൂപ റെഡി ഓക്കെ
ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും കെ രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രബാബു തൈ വിതരണം നടത്തി. ചടങ്ങിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനു വർഗീസ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, കൌൺസിലർ സിൻഡോമോൾ സോജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഞാറ്റുവേല ചന്തയിൽ കാർഷിക വിപണന സ്റ്റാളുകളും പരിശീലന ക്ലാസുകളും അഗ്രി ക്ലിനിക്കും ഉണ്ടായിരുന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നയനാൻ സ്വാഗതവും സെക്രട്ടറി PR ലൗലി നന്ദിയും പറഞ്ഞു. ഓർമ്മപ്പെടുത്തി കഴിഞ്ഞു. വളരെ പ്രാധാന്യമുള്ള 13.5 ദിവസങ്ങൾ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് തിരുവാതിര ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് മണ്ണിനെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യനും മണ്ണിനോട് നീതി കാണിക്കുന്ന ഒരു സമയമാണ്. പുതിയ ചെടികൾ നട്ടും വളരെ സസ്യാപമാർന്ന ഒരന്തരീക്ഷം പ്രകൃതിക്കകത്തൊരുക്കിയും കാലഘട്ടത്തിനോട് നീതി പുലർത്തുക എന്ന വലിയ ചുമതല നമുക്ക് നിർവഹിക്കാനുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം നാടിനെയാകെ പേടിപ്പിക്കുന്നൊരു ഘട്ടമാണിത്. ഞാറ്റുവേലകൾക്കോ മാസങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിൽ പ്രാധാന്യമില്ലാത്തതുപോലെ മലയാള വർഷങ്ങളുടെ കണക്ക് തന്നെ തെറ്റിച്ചുകൊണ്ട് അതിഭീകരമായിട്ടുള്ള പ്രകൃതി അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങൾ നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഏറ്റവും നല്ല മറുപടി പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രകൃതിയോട് ഒത്തിണങ്ങി ജീവിക്കുക, മനുഷ്യനും പ്രകൃതിയും കേന്ദ്രബിന്ദുവാകുന്ന സുസ്ഥിരമായിട്ടുള്ള വികസനത്തെക്കുറിച്ച് മാത്രം നാം ചിന്തിക്കുക, ചർച്ച ചെയ്യുക. അതിനേക്കാൾ അപ്പുറത്തെല്ലാം ദീർഘകാലയളവിനകത്തൊരു സമൂഹത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്ന് തിരിച്ചറിയുക. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വളരെ കൃത്യമായ വിധത്തിൽ ഈ ഞാറ്റുവേല ചന്ത മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിക്കുമ്പോൾ കേവലം ഒരു ഞാറ്റുവേല ചന്തയ്ക്കകത്ത് നടത്തുന്ന കച്ചവടത്തിനേക്കാൾ അപ്പുറത്ത് ഞാറ്റുവേലയുടെ ഒരു സംസ്കാരത്തെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ നിയോജക മണ്ഡലം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒല്ലൂർ കൃഷി സമൃദ്ധി എന്ന വിപുലമായിട്ടുള്ളൊരു ക്യാമ്പയിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. നേരത്തെ തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല ജൈവ മണ്ഡലത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടാൻ കഴിഞ്ഞൊരു മണ്ഡലം എന്ന നിലയിൽ അതിൻ്റെ ഭാഗമായി ലഭിച്ച സമ്മാനത്തുകയായിട്ടുള്ള 10 ലക്ഷം രൂപ മൂലധനമായി മുടക്കിക്കൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിനകത്ത് വ്യാപകമായി ആരംഭിച്ച 49 കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒല്ലൂർ സമൃദ്ധി നാം വീണ്ടും അതിനെ വർദ്ധിത പ്രതാപത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഒല്ലൂർ ബ്ലോക്കിൻ്റെയും ഒല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിലെ കൃഷി ശാസ്ത്രജ്ഞന്മാർക്കും കൃഷിക്കാർക്കും ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയും പുതിയ വിത്തുകളുമൊക്കെ സമ്മാനിക്കുന്ന കാർഷിക സർവകലാശാല എന്ന കേരളത്തിൻ്റെ അഭിമാനം നിലനിൽക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഈ നിയോജക മണ്ഡലത്തിൻ്റെയും ഭാഗമായിട്ടാണ്. സ്വാഭാവികമായിട്ടും ഒല്ലൂരിൻ്റെ കൃഷി സമൃദ്ധിയും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും യൂണിവേഴ്സിറ്റിയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കാർഷിക മേഖലകളിലെ നവനവങ്ങളായിട്ടുള്ള ആശയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും പ്രാദേശികമായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറു യൂണിറ്റുകളെ സജ്ജമാക്കാനും കർഷകരുടെ വിളയ്ക്ക് കൃത്യമായ വില നൽകാനും കഴിയുന്ന വിധത്തിലുള്ള പരിപാടികൾ കുറെ കൂടി ആസൂത്രിതമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മണ്ടൻചിറ മഞ്ഞക്കുന്ന് റോഡിൽ KSEB കരാർ ജീവനക്കാരൻ ഇലക്ട്രിക് പോസ്റ്റിൽ കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. അറ്റകുറ്റപ്പണിക്കായി ഇലക്ട്രിക് പോസ്റ്റിൽ കയറിയ കരാർ ജീവനക്കാരൻ തലകറക്കം മൂലം പോസ്റ്റിൽ കുടുങ്ങി.
രക്ഷകരായി തൃശൂർ അഗ്നിരക്ഷാസേന. മഞ്ഞക്കുന്ന് പ്രദേശത്തെ ഇലക്ട്രിസിറ്റി ലൈനിൽ അറ്റകുറ്റപ്പണിക്കായി കയറിയ അരുൺ എന്ന കരാർ ജീവനക്കാരനാണ് തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോസ്റ്റിൽ കുടുങ്ങിയത്. അരുണിനെ ബന്ധിച്ച കയർ പോസ്റ്റിൽ കെട്ടിയതിനാലാണ് അരുൺ താഴേക്ക് വീഴാതിരുന്നത്. സംഭവം കണ്ട KSEBിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ തൃശൂരിലെ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തുന്നതുവരെ സഹപ്രവർത്തകർ അരുണിനെ താഴെ വീഴാതെ സുരക്ഷിതമായി പോസ്റ്റിൽ തന്നെ പിടിച്ചിരുത്തി. ഉടനെ തന്നെ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേന അരുണിനെ സുരക്ഷിതമായി താഴെയെത്തിച്ചു. നെല്ലിക്കുന്ന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദേവാലയത്തിൽ ഭാരത അപ്പസ്തോലനായ മാർ തോമസ് ലീഹായുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ 6 മണിയുടെ ദിവ്യബലിക്ക് വികാരി ഫാദർ പോൾസൺ തട്ടിൽ കാർമ്മികനായിരുന്നു. തുടർന്ന് നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. 9 മണിക്ക് ആഘോഷമായ തിരുനാൾ റാസ കുർബാനയ്ക്ക് ഫാദർ ജോൺ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ സന്ദേശം കുണ്ടുകാട് പള്ളി വികാരി നോബൽ പെട്ടയിൽ നൽകി. ഫാദർ സിൽസൺ കട്ടപ്പറമ്പിൽ, ഫാദർ ഫ്രാൻസിസ് പി ജോയ്സ് തുടങ്ങിയവർ വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർമ്മികരായി. ശേഷം സെന്റ് മേരീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം, തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. വികാരി ഫാദർ പോൾസൺ തട്ടിൽ, ഫാദർ ഫ്രാൻസിസ് പുതൂക്കര, ഡീക്കൻ ജോയ്സ്, കൈക്കാരന്മാരായ ടോണി തട്ടിൽ, ഉമ്പാവു വിൽസൺ, എലവത്തിങ്കൽ ടെൻസ്വിൻ തെക്കേകര, ഷോൺ ചീരൻ, ജനറൽ കൺവീനർ പ്രിൻസ് പുതുശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയപാത കുതിരാനിൽ കാർ തലകീഴായി മറിഞ്ഞു, 2 പേർക്ക് പരിക്ക്. മണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ കുതിരാനിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. പരിക്ക് ഗുരുതരമുള്ളതല്ല. പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നും സ്ഥലം മാറിയ തഹസിൽദാരെ യാത്രയാക്കുന്നതിനായി തൃശൂരിലേക്ക് വരും വഴിയാണ് കുതിരാൻ തുരങ്കം ഇറങ്ങി വഴക്കുംപാറ പാലത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് വെച്ച് ദേശീയപാതയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അകപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ തൃശൂരിലേക്ക് പോകുന്ന പാതയിൽ നിന്നും റോഡിന് നടുവിലെ ഡിവൈഡറും മറികടന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന പാതയിലേക്ക് കാർ തലകീഴായി മറിഞ്ഞത്. 5 പേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. കോളേജ് വിദ്യാർത്ഥികൾക്കായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. യുവജനങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നതിനെതിരായ അവബോധം വളർത്തുകയും ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുകയുമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ PP ശിവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ PD CG അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ AL മനോജ്, ജില്ലാ സാമൂഹ്യനീതി സീനിയർ സൂപ്രണ്ട് സിനോ സേവി തുടങ്ങിയവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ S രമ്യ ലഹരിമുക്ത ബോധവൽക്കരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിമുക്തി തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷിഫിക് യൂസഫ് ലഹരി വിമുക്ത ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരി വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ഹ്രസ്വചിത്ര പ്രദർശനവും വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോപ്പും അരങ്ങേറി. ലഹരി ഉപയോഗത്തിന്റെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രത്യാഘാതങ്ങൾ, കുടുംബജീവിതത്തിൽ അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയെ ആസ്പദമാക്കിയായിരുന്നു ഇവ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും NSS സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും
നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. വേലുപാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്ര ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ കമ്മിറ്റി ഓഫീസർ റെക്ടർ ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റി ഷിജോ തരിയൻ, ജസ്റ്റിൻ മുല്ലൂർ, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, തിരുനാൾ കൺവീനർ ബെന്നി വേങ്ങിക്കൽ, PRO സിനിൽ കൊടുമ്പിലായി പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 251 കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഒല്ലൂർ സെന്ററിലെ കെട്ടിടം ഏത് സമയവും തകർന്നു വീഴുന്ന അവസ്ഥയിൽ. ഒല്ലൂർ സെന്ററിൽ നിന്ന് കല്ലൂർ പുന്നൂക്കര ഭാഗത്തേക്ക് തിരിയുന്ന വഴിയിൽ വലതുഭാഗത്തുള്ള മേച്ചേരി എന്നറിയപ്പെടുന്ന കെട്ടിടമാണ് ഏത് സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. മഴക്കാലമായതിനാൽ കെട്ടിടം തകർന്നാൽ ധാരാളം വാഹനങ്ങൾ പോകുന്ന മെയിൻ വഴിയിൽ അപകട സാധ്യത കൂടുതലാണ്. കാലപ്പഴക്കം മൂലം ദ്രവിച്ചു നിൽക്കുന്ന കെട്ടിടം എത്രയും വേഗം പൊളിച്ചു നീക്കി അപകടം ഒഴിവാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ചെമ്മനാടൻ തൃശൂർ മേയർക്ക് നിവേദനം നൽകി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സാധാരണ കുപ്പിയിൽ പ്ലാസ്റ്റിക്കിൽ കൊടുക്കുന്നില്ല. കമ്പനി നിർദ്ദേശമെന്നാണ് പെട്രോൾ പമ്പുകാർ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന കാര്യത്തിന്റെ അപകടവും മറ്റു കാര്യങ്ങളും അടിസ്ഥാന വികസനമുള്ള രാജ്യങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേക നിയമവുമുണ്ട്. ഇന്ത്യയിൽ അടിസ്ഥാന വിദ്യാഭ്യാസ വികസന നിയമ നിർമ്മാണ കാര്യങ്ങളിൽ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ കേരളത്തിലായിരിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിന് കമ്പനി തീരുമാനിക്കുകയാണ്. അത് കേരളത്തിൽ നടത്തി ശരിയാക്കിയ ശേഷം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടത്തി നോക്കാനായി കുറച്ചും കൂടി പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഇത് നടത്തി നോക്കുന്നത്. എന്നാൽ ഇതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അവർ പരിഹരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റു രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്പ്, USA എന്നിവിടങ്ങളിൽ പെട്രോൾ, ഡീസൽ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ക്യാനുകളിൽ വാങ്ങുന്നതിനും സൂക്ഷിക്കുന്നതിനും വ്യക്തമായ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളുമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ സാധാരണ പ്ലാസ്റ്റിക് കുപ്പികളിലോ ക്യാനുകളിലോ അവിടെ ഇന്ധനം അടിച്ചു തരില്ല. വിദേശ രാജ്യങ്ങളിൽ ക്യാനുകളിൽ പെട്രോൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. അംഗീകൃത ക്യാനുകൾ മാത്രം മിക്ക രാജ്യങ്ങളിലും UN അപ്രൂവ്ഡ് അല്ലെങ്കിൽ EPA സർട്ടിഫൈഡായ പ്രത്യേക ക്യാനുകളിൽ മാത്രമേ പെട്രോൾ നൽകുകയുള്ളൂ. ഈ ക്യാനുകൾക്ക് പ്രത്യേക നിറങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. ചുവപ്പ് പ്ലാസ്റ്റിക് മെറ്റൽ ക്യാനുകൾ പെട്രോളിന് വേണ്ടി മാത്രം, മഞ്ഞ ക്യാനുകൾ ഡീസലിന് വേണ്ടി മാത്രം, നീല ക്യാനുകൾ മണ്ണെണ്ണയ്ക്ക് വേണ്ടി മാത്രം. ക്യാനിന്റെ പുറത്ത് അത് ഇന്ധനം നിറയ്ക്കുവാൻ സുരക്ഷിതമാണെന്ന് കാണിക്കുന്ന മുദ്രകൾ, ഉദാഹരണത്തിന് തീയതി, സർട്ടിഫിക്കേഷൻ നമ്പറുകൾ ഉണ്ടായിരിക്കണം. നിറയ്ക്കാൻ ക്യാൻ നിലത്തുറപ്പിച്ചു നിർത്തിയ ശേഷമേ ഇന്ധനം നിറയ്ക്കാവൂ. വാഹനത്തിന്റെ ഉള്ളിലോ കാരിയറിലോ വെച്ച് നിറയ്ക്കുവാൻ പാടില്ല. ഇത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണം തീപിടുത്തമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. പരിധി സുരക്ഷ മുൻനിർത്തി ഒരാൾക്ക് ക്യാനിൽ വാങ്ങുവാൻ കഴിയുന്ന ഇന്ധനത്തിന് കൃത്യമായ അളവുണ്ടാകും. ഉദാഹരണത്തിന് UK-യിൽ പരമാവധി 5 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ക്യാനോ 10 ലിറ്ററിന്റെ മെറ്റൽ ക്യാനോ മാത്രമേ ഒരു തവണ അനുവദിക്കൂ. വാങ്ങി സൂക്ഷിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള നിയമങ്ങൾ: വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ക്യാനുകൾ വാഹനത്തിനുള്ളിൽ മറിഞ്ഞു വീഴാത്ത രീതിയിൽ സുരക്ഷിതമായി കെട്ടിവെക്കണം. ഡിക്ക് ഭാഗത്ത് വെക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ വീടിനുള്ളിലോ കിടപ്പുമുറികളിലോ പെട്രോൾ ക്യാനുകൾ സൂക്ഷിക്കുവാൻ പാടില്ല. കാറ്റ് നന്നായി സഞ്ചരിക്കുന്ന കാരേജുകളിലോ വീടിന് പുറത്തുള്ള പ്രത്യേക ഷെഡുകളിലോ മാത്രമേ ഇത് വെക്കാവൂ. കൂടാതെ കുട്ടികൾക്ക് കയ്യെത്താത്ത ഉയരത്തിലായിരിക്കണം.
വിദേശത്ത് ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് തന്നെ അവർ നിർദ്ദേശിക്കുന്ന തരം ക്യാനുകൾ വില കൊടുത്ത് വാങ്ങുവാൻ സാധിക്കും. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 4, 7, 10 ഹയർ സെക്കൻഡറി തത്തുല്യ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ജൂലൈ 20 വരെ നീട്ടി. 10ാം തരം തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും ഔദ്യോഗിക പ്രൊമോഷനും PSC നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. അപേക്ഷകർക്ക് 2026 മെയ് 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 1950 രൂപയാണ് 10ാം തരം കോഴ്സ് ഫീസ്. ഹയർ സെക്കൻഡറി തുല്യതയിലേക്ക് ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് ഗ്രൂപ്പുകളിലേക്കാണ് പ്രവേശനം. 10ാം ക്ലാസ് പാസ്സായ 2026 മെയ് 1 22 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇവർ 10ാം തരത്തിന് 100 രൂപയും ഹയർ സെക്കൻഡറിക്ക് 300 രൂപയും രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. കൂടാതെ 40% കൂടുതൽ അംഗവൈകല്യമുള്ളവർക്കും ട്രാൻസ്ജെൻഡർ പഠിതാക്കൾക്കും കോഴ്സ് ഫീസ് പൂർണ്ണമായും സൗജന്യമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പഠിതാക്കൾക്ക് പഠന കാലയളവിൽ പ്രതിമാസ സ്കോളർഷിപ്പായി 10ാം ക്ലാസ് തുല്യതയ്ക്ക് 1000 രൂപയും ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 1250 രൂപയും ലഭിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർക്ക് വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓഫീസേഴ്സുമായോ ബന്ധപ്പെടണമെന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ഫോൺ 0487 23 65 024. കേരളത്തിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ലഹരി വിരുദ്ധ സന്ദേശവുമായി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ്. മുക്തി വെബ്സൈറ്റ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഓപ്പറേഷൻ തൂഫാൻ ദ നർഗോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ക്രൈസ്റ്റ് കോളേജിന്റെ ലഹരി വിരുദ്ധ വെബ്സൈറ്റായ മുക്തിയുടെ ലോഞ്ചിംഗ് ജില്ലാ പോലീസ് മേധാവി നിർവഹിക്കുകയും പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുമായി അദ്ദേഹം ലഹരി വിപത്തിനെതിരെ സംവദിക്കുകയും ചെയ്തു. തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് ശങ്കർ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സിനോ സേവി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം ലഹരി വിരുദ്ധ സന്ദേശം പകരുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾ കോളേജ് വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ചു.
20ഓളം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ സംസ്ഥാന വ്യാപക തട്ടിപ്പുകാരൻ വാടാനപ്പള്ളി സ്റ്റേഷൻ റൌഡി ഇല്യാസ് പിടിയിൽ. ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുത്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും പകരം മുക്കുപണ്ടം നൽകി ചതിക്കുകയും ചെയ്ത കേസിൽ 20ഓളം തട്ടിപ്പ് മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ തട്ടിപ്പുകാരൻ ചാലക്കുടി പോലീസിന്റെ പിടിയിലായി. വാടാനപ്പള്ളി സ്വദേശി മാള പൊയ്യ വില്ലേജ് പൂപ്പത്തി സ്വദേശിയായ മണവാളൻ വീട്ടിൽ ബിനോജ് പോൾ എന്നയാളെയാണ് പ്രതി വഞ്ചനയ്ക്ക് ഇരയാക്കിയത്. പുത്തൻപള്ളി ബീച്ച് റോഡിലുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ അതിക്രമിച്ചു കയറി ലക്ഷങ്ങൾ വില വരുന്ന മോട്ടറും കാർഷിക യന്ത്രങ്ങളും മോഷ്ടിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. SN പുരം സ്വദേശി പടിയത്ത് വീട്ടിൽ അഭിജിത്ത് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായത്. പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വില വരുന്ന 2HP മോട്ടോർ, പശുവിനെ കറക്കുവാൻ ഉപയോഗിക്കുന്ന മെഷീൻ, കാർഷിക വിളകൾക്ക് മരുന്നടിക്കുന്ന മെഷീൻ എന്നിവയാണ് പ്രതി മോഷ്ടിച്ചു കൊണ്ടുപോയത്. വെലങ്ങന്നൂർ ദി പെന്തകോസ്ത മിഷൻ സുവിശേഷ പ്രവർത്തക സിസ്റ്റർ അന്നമ്മ ജോൺ നിര്യാതയായി. സംസ്കാരം നടത്തി. തിരുവല്ല തുക്കലശ്ശേരി മഴുവങ്ങാട്ടിൽ പരേതനായ ജോണിന്റെയും മേരിയുടെയും മകളാണ്. സഹോദരങ്ങൾ രാജു, ബാബു, ലീലാമ്മ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PM മാധവന്റെ നിര്യാണത്തിലൂടെ കോൺഗ്രസ് പാർട്ടിക്കും പൊതുസമൂഹത്തിനും സംശുദ്ധനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വാണിയമ്പാറ UP സ്കൂളിൽ നന്മധുരം പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും അക്ഷരത്തൊട്ടിലും MLA അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും K രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ടൻചിറ മഞ്ഞക്കുന്ന് റോഡിൽ KSEB കരാർ ജീവനക്കാരൻ ഇലക്ട്രിക് പോസ്റ്റിൽ കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.